നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സാർ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ജീവിതാവസാനം വരെ സാറിൻ്റെ ഔദാര്യം മറക്കില്ല സാർ. സദ്യ ഉണ്ണാൻ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ആ വീട് ദുഃഖവീട് തന്നെയായെന്ന്. രാവിലെ ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷേ സാറ് സദ്യ കഴിഞ്ഞിട്ട് മടങ്ങിയാൽ മതി എന്ന് സമ്മതിച്ചപ്പോൾ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നി. താങ്ക് യു സാർ. വീട്ടിൽ ഇങ്ങനെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. നിങ്ങൾ കേസ് വിജയിപ്പിക്കാനുള്ള തെളിവുകൾ കോടതിയിൽ എത്തിക്കാൻ ശ്രമിക്കുക. എൻ്റെ ഭാര്യയും മറ്റുള്ളവരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് സാർ. എന്നെ ഇന്ന് പരോളിലിറക്കി വൈകാതെ കുറ്റവിമുക്തനാക്കി ഇറക്കും. ആ ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ മോളുടെ 108 ദിവസം എനിക്ക് വീട്ടിൽ പോകാൻ പറ്റി. ഇപ്പം എനിക്ക് ഉറപ്പുണ്ട് ഇനി അവളുടെ ഓരോ ദിവസവും എനിക്ക് കാണാൻ പറ്റും. പൂജ എന്നെ തിരികെ വീട്ടിലെത്തിക്കും സാർ. നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വിധിയുണ്ടാവും. വീട്ടിൽ തിരിച്ചു ചെന്ന് സന്തോഷമായി കഴിയണം. വരൂ. നിങ്ങൾ പൊക്കോ, ഞാൻ അർജുനുമായിട്ടൊന്ന് സംസാരിക്കാം. ശരി സാർ. എങ്ങനെയുണ്ടായിരുന്നു അർജുൻ? എല്ലാം മംഗളമായി കഴിഞ്ഞില്ലേ? ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചുള്ളൂ സാർ. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു. സദ്യയും കഴിച്ചു. എടോ, താനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാറെന്ന് വിളിക്കാതെ. അതിപ്പോ ഈ ഒരു കേസ് വന്നതിന് ശേഷം എനിക്ക് എല്ലാവരോടും ബഹുമാനം കൂടിയിരിക്കുക സാർ. സോറി ഷാനവാസ്. എടോ, പൂജയുടെ തെളിവ് ശേഖരണം ഇപ്പോൾ എന്തായി? എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പൂജയുടെ അച്ഛൻ നന്ദഗോപനങ്ങളാ എനിക്ക് വേണ്ടി വാദിക്കുന്നത്. തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുക.